ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ ഹിസ്റ്ററി ഫസ്റ്റ് ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റാണ് ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഓക്കെ. കൂടെ പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്പറിൽ വാട്സപ്പിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ. ഈ ഹിസ്റ്ററി മാത്രമല്ല, BA ഹിസ്റ്ററി, BA സോഷ്യോളജി, ഫസ്റ്റ് സെം സെക്കൻഡ് സെം, പിന്നെ പ്രായോഗിക മലയാളം, മലയാള സാഹിത്യം സെക്കൻഡ് സെമ്മിൻ്റെ കേട്ടോ. അത്രയും നോട്ട്സുകളുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അറിയിച്ചാൽ വാട്സപ്പിൽ വന്നാൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റ് ദ ഡിക്ലൈൻ ഓഫ് ദ ഇൻഡസ് സിവിലൈസേഷനാണ്. അതായത് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ച ഒരു എസ്സെയാണ് കേട്ടോ. ഈ അധ്യായത്തിൽ നിന്ന് വരാൻ ഒരു എസ്സെ വരാൻ, അതായത് ഫസ്റ്റ് ബ്ലോക്കിൽ ഒരു എസ്സെ വരാൻ സാധ്യതയുള്ളൊരു യൂണിറ്റാണിത്. നോക്കാം നമുക്ക് ആദ്യം ദ ഡിക്ലൈൻ ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ നാഗരികതയുടെ തകർച്ച. മോഹൻജദാരോയിൽ 2200 BC തകർച്ച ആരംഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. 2000 BC ഈ വാസസ്ഥലം അവസാനിച്ചതായിട്ടും പുരാവസ്തുശാസ്ത്ര വിവരങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എങ്കിലും ചില സ്ഥലങ്ങളിൽ നാഗരികത 1800 BC വരെ നിലനിന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാണ് BC താഴേക്കാണ് പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. പുരാവസ്തു തെളിവുകൾ സൂചിപ്പിക്കുന്നത് നാഗരികതയുടെ നഗരഘട്ടം അതോടുകൂടി അവസാനിച്ചു എന്നാണ്. നാഗരികതയുടെ തകർച്ചയുടെ വേഗത വ്യത്യസ്തമാണെന്നും അത് പണ്ഡിതന്മാർ പല സ്ഥലങ്ങളിലുള്ള നിരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് കാര്യം. മോഹൻജദാരോയും ധോളാവീരയും ക്രമേണ എന്ത് ചെയ്തു, അവിടുത്തെ നഗരവാസം കുറഞ്ഞു വന്നു. ധോളാവീരയിലും മോഹൻജദാരോയിലും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അത്. അതേസമയം കാളിബംഗനും ബനാവലിയിലും ഉണ്ടായത് നഗരജീവിതത്തിൻ്റെ പെട്ടെന്നുള്ള തകർച്ച അല്ലെങ്കിൽ പെട്ടെന്നുള്ള ശിഥിലീകരണം കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും നാഗരികതയുടെ തകർച്ചയുടെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. നിരവധി സിദ്ധാന്തങ്ങൾ ഈ നാഗരികതയുടെ ക്രമാനുഗതമായ ശിഥിലീകരണത്തെ സാധൂകരിക്കുന്നതായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് ഓരോ സിദ്ധാന്തങ്ങൾ. അങ്ങനെ കുറേ അഭിപ്രായങ്ങൾ ഉണ്ടെന്നല്ലാതെ വ്യക്തമായ കാരണം ഇന്നവരെ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ശിഥിലീകരണ കാരണങ്ങൾ ചോദിച്ചാൽ അതേപടി തന്നെ അത് എഴുതണം. ഒരു സിദ്ധാന്തം വിവിധ സിദ്ധാന്തങ്ങളായിട്ട് അല്ലെങ്കിൽ വിവിധ ആളുകളുടെ അഭിപ്രായങ്ങളായിട്ട് വേണം നമ്മൾ ആ കാരണങ്ങൾ എഴുതി വെക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഹാരപ്പൻ നാഗരികതയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ട ഒരു ജനകീയ വിശദീകരണം ആര്യൻ അധിനിവേശമാണ്. ആര്യന്മാരുടെ അധിനിവേശം, കടന്നുകയറ്റം. ആര്യൻ അധിനിവേശ സിദ്ധാന്തം ആദ്യം അവതരിപ്പിച്ചത് രാമപ്രസാദ് ചന്ദ്രയാണ് 1926. 1947 മോർട്ടിമർ വീലർ എന്ത് ചെയ്തു, ഈ സിദ്ധാന്തത്തെ കൂടുതൽ ജനകീയമാക്കി. എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള കുറേ കാര്യങ്ങൾ ആര് കൊണ്ടുവന്നു, മോർട്ടിമർ വീലർ കൊണ്ടുവന്നു. ഋഗ്വേദത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, മോർട്ടിമർ വീലർ ഋഗ്വേദത്തിലെ കോട്ടകൾ, മതിലുകൾ, നഗരങ്ങൾക്കെതിരായ അക്രമങ്ങൾ, അതുപോലെ പുരന്തര എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞാൽ കോട്ടകൾ തകർക്കുന്ന ആളെയാണ് പുരന്തര എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഈ വിശേഷണങ്ങളൊക്കെയും കാണിക്കുന്നത് എന്താണ്, ചില ചരിത്രപരമായ അടിത്തറ, ആക്രമണത്തിൻ്റെ ഒരു അടിത്തറ ഉണ്ടായിരിക്കണം എന്നാണ് ആര് പറയുന്നത്, മോർട്ടിമർ വീലർ പറയുന്നത്. ഈ പരാമർശങ്ങൾ ഹാരപ്പൻ നഗരങ്ങളിലെ ആര്യൻ അധിനിവേശത്തിൻ്റെ സൂചനകളായിരിക്കാമെന്നും മോർട്ടിമർ വീലർ പറയുന്നുണ്ട്. ഇപ്പോൾ മോഹൻജദാരോയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടങ്ങളുണ്ട്. അസ്ഥികൂട അവശിഷ്ടങ്ങളുടെ കൂമ്പാരമുണ്ട്. അത് മോഹൻജദാരോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്, മരിച്ചവരുടെ കുന്ന് എന്നാണ്. മോഹൻജദാരോ എന്ന വാക്കിൻ്റെ അർത്ഥം മരിച്ചവരുടെ കുന്ന്. അപ്പോൾ അങ്ങനെ അസ്ഥികളുടെ അവശിഷ്ടങ്ങൾ, അതിൻ്റെ കൂമ്പാരം, ഒരു കൂന തന്നെ ഇവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്, മോഹൻജദാരോയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടു. അപ്പോൾ അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നത്, അതിനെ അടിസ്ഥാനമാക്കിയിട്ട് മോർട്ടിമർ വീലർ തൻ്റെ സിദ്ധാന്തത്തെ കൂടുതൽ സാധൂകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാക്രമണം ഉണ്ടായതുകൊണ്ടാണ് അത്ര ആളുകൾ കൊന്നൊടുക്കപ്പെട്ടതെന്നും അങ്ങനെ അസ്ഥികളുടെ കൂമ്പാരങ്ങൾ ഉണ്ടായതുമെന്നാണ് ആരുടെ വാദം, മോർട്ടിമർ വീലർ സമർത്ഥിക്കുന്നത്. ഇപ്പോൾ ഈ അവശിഷ്ടങ്ങൾ ആര്യൻ കൂട്ടക്കൊലയുടെ തെളിവുകളായിട്ടാണ് അദ്ദേഹം കാണുന്നത്. സെമിത്തേരി എച്ച് സംസ്കാരം, അതവിടെ ഉണ്ടായൊരു സംസ്കാര രീതിയാണ് കേട്ടോ. സെമിത്തേരി എച്ച് സംസ്കാരം മോർട്ടിമർ വീലറുടെ അഭിപ്രായത്തിൽ ആര്യൻ സംസ്കാരത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് പറയുന്നു. ഇത് ആര്യ സാന്നിധ്യം തെളിയിക്കുന്നുണ്ട്. ഏത്, സെമിത്തേരി എച്ച് സംസ്കാരം. എങ്കിലും വെള്ളപ്പൊക്കം, അതുപോലെ വ്യാപാരത്തിലുണ്ടായ തകർച്ച അല്ലെങ്കിൽ ഇടിവ്, പ്രകൃതി വിഭവങ്ങളുടെ വിനിയോഗം എന്നിവയും തകർച്ചയ്ക്ക് സാധ്യമായ കാരണങ്ങളാണെന്ന് അദ്ദേഹം
അംഗീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാരണം കൊണ്ടല്ല, അതായത് ഈ ആര്യനാക്രമണം എന്ന ഒരൊറ്റ കാരണം കൊണ്ടല്ല, ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഏതായിരിക്കണം അദ്ദേഹം പറയുന്നത്, ആര്യനാധിനിവേശമായിരിക്കണം എന്നാണ് മോർട്ടിമർ വീലർ പറയുന്നത്. അതുപോലെ പി വി കെയ്ന്, ജോർജ് ഡെയ്ലെ, ബിബി ലാൽ തുടങ്ങിയ ഒരു കൂട്ടം പണ്ഡിതന്മാരിൽ നിന്ന് ആര്യനധിനിവേശ സിദ്ധാന്തം വിമർശനങ്ങൾ ഏറ്റുവാങ്ങി എന്ന് പറഞ്ഞാൽ അവരൊക്കെ അതിനെ, ഒരു കൂട്ടം പണ്ഡിതന്മാർ അതിനെ എതിർത്തു എന്ന് പറഞ്ഞാൽ വിമർശിച്ചു. കാരണം അതല്ല കാരണം എന്ന രീതിയിൽ അവർ വന്നു. തകർച്ചയുടെ കാരണം നിർണ്ണയിക്കാൻ അനിശ്ചിതത്വമുള്ള ഒരു മതഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നത് വ്യാജമാണെന്ന് അവർ വാദിച്ചു. പറഞ്ഞല്ലോ, ഋഗ്വേദത്തിൽ പറയുന്ന അനുസരിച്ച് എന്ന് പറഞ്ഞില്ലേ അവിടെ മോർട്ടിമർ വീലർ അല്ലേ. അപ്പം അങ്ങനെ ഒരു നാഗരികതയുടെ തകർച്ചയ്ക്ക് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട്, എങ്ങനെയുള്ള ഗ്രന്ഥം എന്ന് പറഞ്ഞത് അവർ പറയുന്നത് ഒരു മതഗ്രന്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയുന്നത് ശരിയല്ല എന്നതായിരുന്നു ഈ ആര്യനാക്രമണ സിദ്ധാന്തത്തെ എതിർക്കുന്നവരുടെ വാദം. മാത്രവുമല്ല, പുരാവസ്തു സ്രോതസ്സുകൾ ഒരിക്കലും അത്തരം അധിനിവേശം നിർദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഹാരപ്പൻ സൈറ്റുകളിൽ സൈനിക ആക്രമണങ്ങളോ സംഘർഷങ്ങളോ നടത്തിയതിന് തെളിവൊന്നും ലഭിക്കുകയും ചെയ്തിട്ടില്ല. ഇതാണ് ഇതിനെ വിമർശിക്കുന്നവരുടെ വാദം. ആര്യനാക്രമണ സിദ്ധാന്തത്തെ വിമർശിക്കുന്നവരുടെ വാദം. കൂടാതെ കണ്ടെത്തിയ അസ്ഥികൂട അവശിഷ്ടങ്ങളുടെ കൂട്ടം സമാന സാംസ്കാരിക ശ്രേണിയിൽ പെട്ടതല്ല എന്ന് പറയുന്നു. അതായത് ഒരേ സംസ്കാരത്തിൽപ്പെട്ട ആളുകളുടെ അസ്ഥികൂട അവശിഷ്ടങ്ങളല്ല എവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്, മോഹൻജദാരോയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എന്നിവർ തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവയെ കൂട്ടക്കൊലയുമായിട്ടൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ബന്ധിപ്പിക്കാൻ കഴിയില്ല. ഒരേ സ്ഥലത്തു നിന്നുള്ള ഒരേ പ്രകൃതക്കാരായിട്ടുള്ള കുറേ ആളുകൾ ഇത് കിട്ടുകയാണെങ്കിലല്ലേ അവിടെ എന്ത് നടന്നു എന്ന് പറയാം, ഒരേ സ്ഥലത്ത് ഈ കൂട്ടക്കൊല നടന്നു എന്ന് നമുക്ക് സിദ്ധാന്തിക്കാൻ കഴിയുക അല്ലേ. അപ്പം അങ്ങനെ അല്ല ഉണ്ടായിട്ടുള്ളത് എന്നാണ് ആര് പറയുന്നത്, ഇതിനെ വിമർശിക്കുന്ന ആളുകളെല്ലാം കൂടി പറയുന്നത്. KR കെന്നഡി കണ്ടെത്തിയ അസ്ഥികൂട അവശിഷ്ടങ്ങൾ പരിശോധിച്ചാൽ പുതിയ കുടിയേറ്റക്കാരുടെ കടന്നുകയറ്റം കാണിക്കുന്നില്ല എന്നാണ്. KR കെന്നഡി കണ്ടെത്തിയത് എന്താണ്, അസ്ഥികൂട അവശിഷ്ടങ്ങൾ പരിശോധിച്ചാൽ പുതിയൊരു കുടിയേറ്റ കടന്നുകയറ്റം അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഹാരപ്പൻ നാഗരികത ഒരു ഇന്തോ ആര്യൻ അധിനിവേശത്താൽ നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് KR കെന്നഡിയും സൂചിപ്പിക്കുന്നു. ഒരു നദീതട നാഗരികതയുടെ തകർച്ച കൈകാര്യം ചെയ്യുമ്പോൾ പെട്ടെന്നുള്ളതോ ക്രമേണയോ സംഭവിക്കുന്ന സ്വാഭാവികമായ അപകടങ്ങൾക്ക് ഒരു പ്രധാന പങ്കുണ്ട്. സിന്ധു നദിയിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ആവർത്തിച്ചുള്ള എപ്പിസോഡുകൾ നഗരത്തെ ബാധിച്ചു എന്നതിന് മോഹൻജദാരോയിൽ കണ്ടെത്തിയിട്ടുള്ള വിള്ളലിൻ്റെ പാളികൾ തെളിവായിട്ട് ഉണ്ട് എന്ന് ആളുകൾ പറയുന്നുണ്ട്. അതായത് ഈ ആര്യനാക്രമണ സിദ്ധാന്തത്തെ എതിർക്കുന്നവരുടെ ആളുകൾ പറയുന്നത് എന്നാൽ തുടർച്ചയായിട്ട് എന്താണ് എപ്പിസോഡുകൾ പറയുക, വെള്ളപ്പൊക്ക എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോഗ്രാം, വെള്ളപ്പൊക്കം നിരന്തരമായി വർഷാവർഷങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അതെന്താണ്, ആ നഗരത്തെ പാടെ നശിപ്പിക്കുകയല്ലേ ചെയ്യുക അല്ലേ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെയാണ് അവിടെ എന്തുണ്ടായിട്ടുള്ളത്, വിള്ളലുകൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത്. ഇവിടെ മോഹൻജദാരോയിൽ കണ്ടിട്ടുള്ള വിള്ളലിൻ്റെ പാളികൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. പ്രളയം കുറഞ്ഞതിന് ശേഷം, അതായത് വെള്ളം കയറി ഇറങ്ങിയതിന് ശേഷം മോഹൻജദാരോയിലെ ജനങ്ങൾ അവരുടെ വീടുകളും തെരുവുകളും അവശിഷ്ടങ്ങൾക്ക് മുകളിൽ പുനർനിർമ്മിച്ചതായി പുരാവസ്തു തെളിവുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടില്ലേ വയനാട്ടിലൊക്കെ, ഇനിയിപ്പോൾ നമ്മൾ അവിടെ ഒരു പുനരാവിഷ്കരണം നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുനർനിർമ്മാണം നടത്തുകയാണെങ്കിൽ നമുക്ക് അതിന് മേലെ തന്നെയല്ലേ നടത്താനുള്ളൂ, വലിയൊരു ഭൂഭാഗമല്ലേ അത് അല്ലേ. അപ്പം അങ്ങനെ എവിടെയും ചെയ്തിട്ടുണ്ട്, മോഹൻജദാരോയിലും ചെയ്തിട്ടുണ്ട് എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. മോഹൻജദാരോയിലെ വെള്ളപ്പൊക്കത്തിന് കാരണം ടെക്ടോണിക് ചലനങ്ങളാണ് എന്ന് MR സാഹ്നി, റോബർട്ട് L റൈറ്റ്സ്, ജോർജ് F ഡെയിൽസ് എന്നിവർ വാദിക്കുന്നുണ്ട്. അതൊരു ചലനമാണ് കേട്ടോ, ഭൂമിയുടെ ചലനമാണ്. ഡെയിൽസിൻ്റെ അഭിപ്രായത്തിൽ ടെക്ടോണിക് ചലനങ്ങളെ മോഹൻജദാരോയിൽ നിന്ന് 90 മൈൽ താഴെയുള്ള സൊഹാനിലാണ് സംഭവിച്ചത്. അപ്പോൾ അവിടെ ചലനം ഉണ്ടാകും. ഭൂമി കുലുങ്ങുമ്പോൾ അങ്ങനെയല്ല, ഒരു ഭാഗത്തുണ്ടായെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം മാത്രമല്ല, കുറച്ച് ഏരിയകളിൽ അത് ബാധിക്കില്ല. അപ്പോൾ 90 മൈലുണ്ടെങ്കിലും അങ്ങോട്ടൊക്കെ അത് ബാധിച്ചിട്ടുണ്ടാവാം എന്നാണ് അവർ പറയുന്നത്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് സിന്ധു നദിയുടെ വെള്ളപ്പൊക്കത്തിന് സാധ്യമായ കാരണം AR റൈറ്റ്സ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സിന്ധു നദീ തീരത്തെ നഗരങ്ങൾ നീണ്ടുകിടക്കുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ ഫലമായി ഹാരപ്പൻ നാഗരികത ക്ഷയിച്ചു എന്ന് അദ്ദേഹം വാദിച്ചു. സിന്ധു പ്രദേശം ഒരു ഭൂകമ്പ മേഖലയാണ് എന്നും അദ്ദേഹം തറപ്പിച്ച് പറയുന്നുണ്ട്. ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുള്ളൊരു മേഖലയാണെന്നും റൈറ്റ്സ് പറയുന്നുണ്ട്. ഭൂകമ്പങ്ങൾ ദുരന്തത്തെ ഭയപ്പെടുത്തിയതായിരിക്കാം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എങ്കിലും ടെക്ടോണിക് ചലനങ്ങളുടെ സിദ്ധാന്തം ശരിയല്ല എന്നാണ് ആരുടെ വാദം, റൈറ്റ്സിൻ്റെ വാദം.
അതാണ് ഒരാളുടെ ഒരു വാദം, ഒരു തകർച്ചയ്ക്ക് ഒരു കാരണം പറയും, അതിനെ എതിർത്തുകൊണ്ട് കുറച്ച് ആളുകൾ വരും, പിന്നെ അവർ വേറൊരു സിദ്ധാന്തം കൊണ്ടുവരും, അതിനെ എതിർത്തുകൊണ്ട് വേറെ ടീം. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കാരണങ്ങളാണ്. നമ്മൾ പറയില്ലേ ഇത് കാരണമല്ല എന്ന് പറയുമ്പോൾ മറ്റവരപ്പോൾ ഓരോ കാരണം പറയുന്നവർക്കും അവരുടെ സിദ്ധാന്തങ്ങൾ തെളിയിക്കാനുള്ള തെളിവുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ് ഒരു പക്ഷേ കാരണമായിട്ടിരിക്കാം എന്ന രീതിയിലേ നമുക്കിതിന് ആൻസർ. അതാണ് നമ്മളോട് ക്രിറ്റിക്കലി ഇവാലുവേറ്റ് എന്നാണ് പറയുക, വിമർശനാത്മകമായിട്ട് വിലയിരുത്താനാണ് ചോദിക്കുക ഡിക്ലൈന്. അപ്പോൾ നമുക്കിതെങ്ങനെ തന്നെ എഴുതണം, ഓരോരുത്തരുടെ അഭിപ്രായം അതായിരുന്നിരിക്കാം എന്നാൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എഴുതുമ്പോഴത് എന്താവും ക്രിറ്റിക്കലാവും. നമ്മൾ ഓട്ടോമാറ്റിക്കായി അങ്ങനെ തന്നെ ആവും എഴുതുന്നത്. അപ്പോൾ ഈ രീതിയിൽ വേണം ആൻസർ. ഇതാണ് കാരണം എന്ന് പറഞ്ഞൊരിക്കലും നമുക്ക് കൊടുക്കാൻ കഴിയില്ല, ഇതായിരിക്കാം കാരണം എന്ന് പറഞ്ഞിട്ടേ നമുക്ക് കൊടുക്കാവൂ കേട്ടോ ആൻസറിൽ. 1967 HD ലാംബ്രിക്ക് സിന്ധുവും അതിൻ്റെ ഗതി മാറ്റി കിഴക്കോട്ട് നീങ്ങിയെന്നും മോഹൻജദാരോയെയും അതിലെ നിവാസികളെയും നശിപ്പിച്ചിട്ടുണ്ടായിരിക്കാമെന്നുമാണ് വീക്ഷിച്ചത്. അതായത് സിന്ധു നദി ദിശ മാറി ഒഴുകിയിട്ട് മോഹൻജദാരോയിലും അതിലെ ആളുകളെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവാം എന്നാണ് ആര് പറയുന്നത്, HD ലാംബ്രിക്ക് പറയുന്നത്. നഗരത്തിലെയും ചുറ്റുമുള്ള ഭക്ഷ്യോൽപാദന ഗ്രാമങ്ങളിലെയും ആളുകൾ വെള്ളപ്പൊക്കത്തിൻ്റെ ദൗർലഭ്യം കാരണം പ്രദേശം ഉപേക്ഷിച്ചിരിക്കാം. വെള്ളപ്പൊക്കം അമിതമായി വന്നപ്പോൾ എന്ത് ചെയ്തിട്ട് അവരെ പ്രദേശം ഉപേക്ഷിക്കുക. എങ്കിലും ഈ സിദ്ധാന്തത്തിനും തകർച്ചയുടെ യഥാർത്ഥ കാരണം വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കണ്ടോ, അതും വെള്ളപ്പൊക്കവും ഒരു യഥാർത്ഥ കാരണമായിട്ട് നമുക്കെടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മോഹൻജദാരോയെ അധിക കാലം ബാധിച്ചപ്പോൾ ജലം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം അധികകാലം ബാധിച്ചപ്പോൾ ഗഗ്ഗർ ഹക്ര താഴ്വരയിലെ ഹാരപ്പൻ നഗരങ്ങളിലെ ജലക്ഷാമം ബാധിച്ചു. അതായത് ഒരു ഭാഗത്ത് ജലം അധികരിച്ചപ്പോൾ, വെള്ളപ്പൊക്കം കൊണ്ട് ജലം അധികരിച്ചപ്പോൾ ഗഗ്ഗർ ഹക്ര താഴ്വരയിൽ എന്താണ് ജലക്ഷാമമാണ് ഉണ്ടായത്. ഒരേ സമയം രണ്ടും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ DP അഗർവാളും സൂദും ഹക്ര നദി വറ്റുന്ന സിദ്ധാന്തമാണ് അവതരിപ്പിച്ചത്. എന്നാൽ വരൾച്ചയാണ് കാരണം. അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. അഗ്ര നദി വറ്റുന്നത് കാരണം എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെയൊക്കെ പോഷക നദികളാണ്, സിന്ധുവിൻ്റെ പോഷക നദികളാണ് അഗ്ര. അപ്പോൾ അവിടെ അതെന്താണ് വരൾച്ചയാണ് കാണിക്കുന്നത്, വെള്ളമില്ലാത്തൊരവസ്ഥയാണ് അതിന് കാരണം. അപ്പോൾ ഒക്കെ വെള്ളപ്പൊക്കവും കാരണമാണ്, വരൾച്ചയും കാരണമാണ്, അത് നദി വറ്റി വരണ്ടാൽ അതും കാരണമാണ്, പിന്നെ ആര്യനാക്രമണം ഒരു കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ വിവിധ കാരണങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളിൽ. ഇപ്പോൾ എല്ലാവരുടെ പേരൊന്നും അഭിപ്രായങ്ങളിൽ നമുക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്നോ രണ്ടോ ആളുകളുടെ പേരുകളെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇങ്ങനെ മുതലായവർ നിന്നിട്ട് എഴുതി കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞത് വറ്റി വരേണ്ടത് അല്ലേ, അതായത് നദിയുടെ ഉണക്കവും അല്ലെങ്കിൽ വരൾച്ചയും എന്തിന് കാരണമായിട്ടുണ്ട്, സിന്ധു നദീതട താഴ്വരയുടെ അല്ലെങ്കിൽ സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. ഈ അവസ്ഥ ഹാരപ്പൻ നഗരങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളെ ബാധിച്ചു. ഈർപ്പവും ജലലഭ്യതയും കുറയുകയും കാർഷികോൽപാദനത്തെ അത് സാരമായിട്ട് ബാധിക്കുകയും ചെയ്തു. ഗഗ്ഗർ നദി പഞ്ചാബ്, രാജസ്ഥാൻ, റാൺ ഓഫ് കച്ച് എന്നിവിടങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. സത്ലജ്, യമുന തുടങ്ങിയ നദികൾ അതിൻ്റെ പോഷക നദികളാണ്. ഇതിൻ്റെ ഗഗ്ഗർ നദിയുടെ പോഷക നദികളായിട്ട്. ചില ടെക്ടോണിക് അസ്വസ്ഥതകൾ കാരണം ഗഗ്ഗർ നദി വെള്ളമില്ലാതെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാതെ വറ്റിപ്പോയപ്പോൾ അതിനൊരു ഭൂപ്രദേശമാക്കിയിട്ട് മാറ്റി. ഇത് ഈ പ്രദേശത്തെ പട്ടണങ്ങളെ ബാധിക്കുകയുണ്ടായി. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ ഒടുവിൽ ഈ പ്രദേശത്ത് വർദ്ധിച്ച വരൾച്ച കൊണ്ടുവന്നു. ഇത് ഹാരപ്പൻ നാഗരികതയുടെ തകർച്ചയിലേക്ക് നയിച്ചു എന്ന് പറയാം. അപ്പോൾ മറ്റൊരു കാരണവും കൂടി നമുക്ക് കിട്ടി, പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥ അല്ലേ. പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ട തകർച്ചയുടെ കാരണം വിശദീകരിക്കാൻ ഫെയർ സർവീസസിനെ പോലുള്ള പണ്ഡിതന്മാർ ശ്രമിച്ചു. അദ്ദേഹം ജനസംഖ്യ വിശകലനം ചെയ്യുകയും നഗരവാസികളുടെ ഭക്ഷണ ആവശ്യകതകൾ കണക്കാക്കുകയും ചെയ്തു. തങ്ങൾ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ അർദ്ധവരണ്ട പ്രദേശങ്ങളുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ ബാധിച്ചിരിക്കാമെന്നാണ് ഫെയർ സർവീസസ് കണ്ടെത്തിയത്. ഇത് വനങ്ങളും ഭക്ഷണവും ഇന്ധന വിഭവങ്ങളും കുറയുന്നതിന് ഇടവരുത്തി. കാടും പുല്ലും അപ്രത്യക്ഷമായപ്പോൾ കൂടുതൽ വെള്ളപ്പൊക്കവും വരൾച്ചയും ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. ഉപജീവനത്തിൻ്റെ ഈ ശോഷണം ഹാരപ്പൻ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിച്ചു. അത്തരമൊരു സാഹചര്യത്തിൽ മെച്ചപ്പെട്ട ജീവിതം വാഗ്ദാനം ചെയ്യുന്ന മേഖലകളിലേക്ക് ക്രമേണ ആളുകൾ മാറിപ്പോയിട്ടുണ്ടാവാം എന്ന്, അല്ലെങ്കിൽ മാറിപ്പോയത് സംഭവിച്ചിരിക്കാമെന്ന് തോന്നുന്നു എന്നാണ് കേട്ടോ. അതും ഉറപ്പ് അദ്ദേഹം പറയുന്നില്ല. അതുകൊണ്ട് ഹാരപ്പൻ സമൂഹം ഗുജറാത്തിലേക്ക് നീങ്ങിയതായിട്ട് അദ്ദേഹം വാദിച്ചു. മെസപ്പൊട്ടോമിയയുമായുള്ള ലാപ്പിസ് ലസോലി വ്യാപാരത്തിലുണ്ടായ ഇടിവാണ് തകർച്ചയ്ക്ക് കാരണമായത് എന്ന് ഷെറീൻ പറയുന്നുണ്ട്. ഷെറീൻ രത്നാഗർ എന്നാണ് മുഴുവൻ പേര് കേട്ടോ. ഷെറീൻ രത്നാഗർ വാദിച്ചു. പുരാവസ്തു ശാസ്ത്രപരമായ തെളിവുകൾ നാഗരികതയുടെ തകർച്ചയുടെ നേരിട്ടുള്ള തെളിവുകൾ നൽകുന്നില്ല.
അതായത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഒരു പുരാവസ്തു തെളിവ് എടുത്തതിനനുസരിച്ച് നോക്കിയാൽ കൃത്യമായൊരു കാരണം ഇന്നതാണ് എന്ന് പറയുന്നില്ല. എങ്കിലും നഗരവൽക്കരണത്തിന് അവിധേയമായതായിട്ട് സൂചന നൽകുന്നുണ്ട്. അപ്പോൾ കാരണങ്ങളിൽ പറയുന്നത് ആദ്യം അരിനധിനിവേശ സിദ്ധാന്തം എന്തായാലും ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ വരുന്ന വെള്ളപ്പൊക്കം, പിന്നെ വരൾച്ച, പിന്നെ പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ പ്രകൃതി അസന്തുലിതാവസ്ഥ, പിന്നെ ജനസംഖ്യയിലെ വർധനവ്, അതാര് പറഞ്ഞത് സർവീസസ് സൂചിപ്പിക്കുന്നുണ്ടല്ലോ, ഭക്ഷണക്ഷാമം, അപ്പോൾ ക്ഷാമം ഒരു കാരണമായി, പിന്നെ സാമ്പത്തികമായ തകർച്ച, പിന്നെ ലാപ്പിസ് ലസൂലിയുടെ വ്യാപാരത്തിലുണ്ടായ ഇടിവ് എന്ന് പറഞ്ഞാൽ വ്യാപാര തകർച്ച അല്ലേ. ഇതൊക്കെ ഹാരപ്പൻ നാഗരികതയുടെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളാണ്. അപ്പോൾ പോയിൻ്റായിട്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. എസ്സേ ആയിട്ട് എഴുതുമ്പം പോയിൻ്റ് അല്ലാതെ എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എഴുതാൻ കിട്ടുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആളുകളെ പേര് പറയാൻ കിട്ടില്ല എന്നാണെങ്കിൽ ഒരു കൂട്ടം പണ്ഡിതന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു എന്ന് വെക്കുക. അല്ലാതെ പേര് എഴുതി വെച്ച് തെറ്റി കഴിഞ്ഞാൽ ആൻസർ കംപ്ലീറ്റ് തെറ്റിപ്പോവും. ഓക്കെ, ഇത്രയാണ് അതിൽ ഈ യൂണിറ്റിൽ വരുന്നത്. ഇനി ഒരു യൂണിറ്റ് കൂടി ഈ ഒരു ബ്ലോക്കിലുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ ആ യൂണിറ്റുമായിട്ട് വരാം. ഓക്കെ, താങ്ക്സ്.